ഹായ്, നമസ്കാരം. നമ്മളൊരു പുതിയ വർഷത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് അല്ലേ? 2025 കഴിഞ്ഞ് 2026 പോവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാ പുതുവത്സരങ്ങളിലും നമ്മൾ ചിന്തിക്കാറുണ്ട്, അടുത്ത വർഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വർഷമായിരിക്കും, അടുത്ത വർഷം ഇതുപോലെയൊന്നും ആയിരിക്കുകയില്ല, നമ്മൾ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് അല്ലേ? എന്നിട്ട് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളെടുത്ത റെസൊല്യൂഷൻസ് ഒന്നും തന്നെ, അല്ലെങ്കിൽ ഏകദേശം പകുതിയോളം ഒന്നും നമുക്ക് നടപ്പാക്കാനായിട്ട് പറ്റിയിട്ടില്ല തോന്നും. കഴിഞ്ഞ വർഷം ഞാനും ഇതുപോലെ കുറേ തീരുമാനങ്ങൾ, ഒരു പ്രധാനമായിട്ടും 2-3 തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നു ഞാൻ എടുത്ത ആദ്യത്തെ ഒരു തീരുമാനം. അതേപോലെ രണ്ടാമത്തെ ഒരു തീരുമാനം, എൻ്റെ വെയിറ്റ് ഒരു 63 കിലോ വെയിറ്റിൽ നിന്ന് ഒരു 53ലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു റെസൊല്യൂഷൻ. മൂന്നാമത്തത് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് അച്ചടക്കം, ഒരുപാട് മുന്നേറ്റമൊക്കെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു പിന്നീട്. അപ്പം ഞാനൊരു 6 മാസം കഴിഞ്ഞ് ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത 4 മണിക്ക് ഉണരണം എന്നെടുത്തൊരു തീരുമാനം നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരാഴ്ച പോലും എനിക്കത് കൊണ്ട് നടത്താൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ 4 മണിക്ക് എണീച്ച് കഴിയുമ്പോൾ ഏകദേശം 2-3 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ, പകൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക, ഒരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10 ദിവസം ആയപ്പോൾ തന്നെ ഞാൻ ആ പരിപാടി നിർത്തി. രണ്ടാമത്തെ കാര്യം ഞാൻ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു പകുതി ഫുഡ് കഴിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വെയിറ്റ് സ്വാഭാവികമായിട്ടും 1-2 മാസം കൊണ്ട് കുറഞ്ഞു. പക്ഷേ ഞാൻ രാവിലെ കഴിക്കുന്ന ഫുഡിൻ്റെ പകുതി കഴിച്ചു. പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയറിൻ്റെ ഒരു സൈഡിൽ വേദന വന്നിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കുറേ നാൾ മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു. അപ്പോൾ അൾസറിൻ്റെ ഒരു തുടക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഞാൻ ഈ വർഷം നമ്മൾ ഇപ്പോൾ എന്തായാലും ജനുവരി വരാൻ പോവുകയാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്നത്തെയും പോലെ തന്നെ എല്ലാ വിജയിച്ച മനുഷ്യരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അതിരാവിലെ ഉണർന്നെണീക്കുന്ന ആളുകളായിരിക്കും. അപ്പം നമുക്ക് അതിരാവിലെ ഉണർന്നെണീക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഉണർന്നെണീക്കുന്ന സമയം, ഇപ്പം നമ്മൾ 6 മണിക്കാണ് ഉണർന്നെണീക്കുന്നത് എങ്കിൽ ഒരു 15 മിനിറ്റ് മുന്നേ, അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുന്നേ നമുക്ക് ഉണർന്നെഴുന്നേക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ദിവസത്തിൽ ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് അധികം കിട്ടും. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ നടക്കുന്നു, നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് നടക്കുന്നതായിട്ട്, നമുക്ക് വളരെ പെട്ടെന്ന് ജോലിക്ക് ഇറങ്ങാൻ പറ്റുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വളരെ ഈസിയാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് ഒരു 5:45 എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കൊണ്ട് നടത്താൻ പറ്റും എന്നെനിക്ക് തോന്നി. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ 4 മണിക്ക് ഉണർന്നെഴുന്നേൽക്കണം, അല്ലെങ്കിൽ 3 മണിക്ക് ഉണർന്നെഴുന്നേൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴാണോ ഉണർന്നെഴുന്നേൽക്കുന്നത് അതിൻ്റെ ഒരു 20 മിനിറ്റ് മുന്നേ നമ്മൾ ഉണരാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അധികം ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് ദ വെൽത്ത് അല്ലേ? നമ്മൾ പല വീടുകളിലും കാണാറുണ്ട്, ഒരുപാട് ധനം അവർക്ക് ഉണ്ടായിരിക്കും, ഒരുപാട് പൈസ ഉണ്ടായിരിക്കും, പക്ഷെ ആരോഗ്യപരമായിട്ട് അവർ വളരെ മോശമായിരിക്കും. പല ആളുകൾക്കും പാരാലിസിസ് വന്നിട്ട്, അല്ലെങ്കിൽ പലതരം അസുഖങ്ങളൊക്കെ വന്ന് കിടക്കയിലും വീൽ ചെയറിലും ഒക്കെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പണം ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യം എന്നുള്ളത് ഹെൽത്താണ് എന്ന് നമുക്ക് തോന്നും. അപ്പം നമുക്ക് ഇതുവരെ നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളുകളാണെങ്കിൽ ഈ വർഷം തൊട്ടിട്ട് നമുക്ക് രാവിലെ നമ്മൾ എന്തായാലും ഒരു 20 മിനിറ്റ് മുന്നേ നമ്മൾ ഉണർന്നെഴുന്നേൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ, ഒന്നുകിൽ നമുക്കൊരു യോഗ
ഇതുവരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നമുക്കത് പരിശീലിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലോ ഒക്കെ ധാരാളം വീഡിയോസൊക്കെ യോഗയെ പറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മളുടെ പല സ്ഥലങ്ങളിലും യോഗ ക്ലാസ്സുകൾ ഇപ്പോൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു യോഗ ക്ലാസ് സാധിക്കുമെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു യോഗ പരിശീലിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് യോഗ. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നടത്തം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെറിയ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. അപ്പം നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്കതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ്സ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം ചെലവഴിക്കാതെ ചെറിയ 2 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ചെയ്യുന്ന കുറേ ഹാബിറ്റുകളാണ്. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ടി വിയിലെ ഒരു പൊടി തട്ടുക, അല്ലെങ്കിൽ മേശപ്പുറം വൃത്തിയാക്കി വെക്കുക, അതല്ലെങ്കിൽ നമ്മളൊരു 3-4 ചെടികളെ നട്ടു വളർത്തുക എന്നിങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പക്ഷെ അതിൻ്റെ ഇഫക്റ്റ് വളരെ നല്ലതായിരിക്കും. ഒരു ദിവസം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് 4-5 പച്ചക്കറി ചെടികളൊക്കെ, പച്ചക്കറി ചട്ടികളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം 5 മിനിറ്റോ 4 മിനിറ്റോ അതിന് വെള്ളം ഒഴിക്കുകയും അതിന് പരിപാലിക്കുകയും ചെയ്താൽ നമുക്ക് നല്ലൊരു മനസ്സിന് വലിയൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുത്തരും. അതേപോലെ തന്നെ അതല്ലാത്ത ഒരുപാട് നമുക്ക് പച്ചക്കറിയായി അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണലായിട്ട് നമ്മളൊരു മൈക്രോ ഹാബിറ്റുകൾ ഒരു 3-4 ഇതുവരെ ഇല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ മൈക്രോ ഹാബിറ്റ്സിന് നമുക്ക് ഒരുപാട് സമയം വേണ്ട, വളരെ കുറച്ച് 2 മിനിറ്റോ 3 മിനിറ്റോ 1 മിനിറ്റോ കൊണ്ടൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളെയാണ് മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. 4-മത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഇന്ന കാര്യം ചെയ്യണം, അത് കഴിഞ്ഞ് 12 മണിക്ക് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം, പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം വരെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ഒരു ലിസ്റ്റ് എഴുതി വെച്ചാൽ അതിനെയാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ ദിവസവും നേരം വെളുക്കുന്നു, അന്തിയാവുന്നു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നു. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാറ്. അതെങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണാറ്. അപ്പോൾ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഒരുപാട് എഫേർട്ടുകളൊന്നും കൂടാതെ നമുക്ക് ജീവിതത്തിൽ കുഞ്ഞു മാറ്റങ്ങൾ, വലിയ തീരുമാനങ്ങൾ എടുത്താൽ അതൊന്നും നടക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. 4-മത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മിക്കവാറും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് 1-ാം തീയതിയോ 2-ാം തീയതിയോ ശമ്പളം കിട്ടും. അത് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ചെലവുകൾ നമുക്ക് വരുന്നു, അല്ലേ? പലതും നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും, പലതും പ്രതീക്ഷിക്കുന്നതായിരിക്കാം. പ്രതീക്ഷിക്കുന്ന ചെലവുകൾ നമുക്ക് ഒരുപാടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു മന്ത്ലി ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്കറിയാം കൃത്യമായിട്ട് എല്ലാ മാസവും ചെലവ് വരുന്നത് നമുക്കറിയാം, അതല്ലാതെ നമുക്ക് വരുന്ന ചെലവുകൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു ചെലവ് വരുന്ന സമയത്ത് നമുക്ക് പറയാം ഈ മാസത്തെ മന്ത്ലി ബഡ്ജറ്റിൽ ഈ ഒരു എക്സ്പെൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് അടുത്ത ബഡ്ജറ്റിലാക്കാം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു മന്ത്ലി ബഡ്ജറ്റ് നമ്മൾ ഈ വർഷം തൊട്ടിട്ട് കീപ്പ് ചെയ്യുക. എല്ലാ മാസവും നമുക്ക് വരവും ചെലവും എഴുതി വെച്ച് നമ്മളുടെ പൈസ അനാവശ്യമായിട്ട് ചെലവ് പോകുന്നത് ഏത് വഴിയാണ് എന്ന് കണ്ടുപിടിച്ച് അതിനെയൊക്കെ നമ്മൾ തടഞ്ഞു വെച്ച് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്, അല്ലേ? നമുക്ക് പല ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോഴേക്കും വളരെയധികം കാലം കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു എമർജൻസി ഫണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് കൃത്യമായിട്ട് എഴുതി വെക്കുകയും അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുമ്പോൾ നമുക്കത് ഈ മാസം എൻ്റെ ബഡ്ജറ്റിൽ ഇതില്ല, ഇതിനി അടുത്ത മാസത്തെ ബഡ്ജറ്റിൽ ഇത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചൊരു സാമ്പത്തിക അച്ചടക്കം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ അല്ലേ, നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക. പിന്നെ നമ്മൾ ഒരു മിഡിൽ ഏജ് ഒക്കെ ആയ ആളുകളാണെങ്കിൽ കൊഴുപ്പ്, പഞ്ചസാര, മൈദ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് കുറച്ചുകൂടെ ആരോഗ്യകരമായ മാറ്റം. രാത്രി ഭക്ഷണത്തിൽ മാത്രം നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രമിക്കാം. രാത്രി ഭക്ഷണം നമ്മൾ സാധാരണ എല്ലാവരും രാത്രിയായിരിക്കും ചിലപ്പോൾ ഒരുപാട് ഗംഭീരമായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. കാരണം എല്ലാവർക്കും ഒഴിവ് സമയം, പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാലും വീട്ടിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഫാമിലികളിൽ രാത്രി ഗംഭീരമായിട്ടുള്ള ഡിന്നറായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അത് വളരെ നല്ല ശീലമല്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നത്. കാരണം രാത്രി ഫുഡ് ലളിതമായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുത്തി നമ്മളുടെ പ്ലേറ്റിനെ 4 മാറ്റി അതിൽ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ധാന്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വളരെ നേരത്തെ ഒരു 7 മണി 8 മണിയുടെ ഉള്ളിൽ അത്താഴം കഴിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് അതുകൊണ്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം അമിതവണ്ണം, അതുപോലെ രാത്രിയിലൊക്കെ വരുന്ന അറ്റാക്കുകൾ, ഇതൊക്കെ നമ്മൾ ഹെവി ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങാൻ പോകുന്നത് കൊണ്ടാണ് വരുന്നത്. അതുപോലെ ഓവർ വെയ്റ്റ്, അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ രാത്രിയിലെ ഫുഡ് നമ്മൾ അമിതമായി കഴിച്ച് ഉടനെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ രാത്രിയിലത്തെ ഫുഡിൻ്റെ ഹാബിറ്റ്സിൽ നമ്മൾ ചെറിയ ഒരു വ്യത്യാസം വരുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ നല്ല ഒരു ആരോഗ്യകരമായ മാറ്റം തന്നെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യമാണ് അല്ലേ, ഉള്ള ഒരാളുകളുടെ വിജയത്തിൽ അവരെ ഒന്ന് ആശംസിക്കുക അല്ലെങ്കിൽ ഒന്ന് പ്രശംസിക്കുക എന്നുള്ളതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കാറുണ്ട്. ആ ഒരു സ്വഭാവം മാറ്റിയിട്ട് ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും അവരെ അതിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ. അതുകൊണ്ട് അവസാനം അവർ നമ്മളുടെ അടുത്ത് പറയും നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ്. അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു മടിയാണ്. അല്ലെങ്കിൽ ആ വീഡിയോ നല്ലതായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ ഒരു മടിയാണ്. അത് നമ്മൾ മാറ്റിയിട്ട് മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അവരുടെ നല്ല ഗുണങ്ങളെ പ്രശംസിക്കാനും നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഓപ്പൺ അപ്പായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് വളരെ നല്ല ഗുണഫലങ്ങളാണ്. അതേപോലെ അത് കേൾക്കുന്ന ആളുകൾക്കും അത് വളരെ സന്തോഷം, അവരുടെ ജീവിതത്തിലും ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ ആ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ സഹായിക്കും. അപ്പോൾ അതിൽ നമ്മൾ പൊതുവെ മലയാളികൾ ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്ന ഒരാളുകളാണ് മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വർഷം മുതൽ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈവൻ നല്ലൊരു ഡ്രസ്സ് ധരിച്ചു വന്ന് അയ്യോ വളരെ മനോഹരമായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആഭരണം കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് നല്ല ഭംഗിയുണ്ട്, ഇത് എവിടെന്നാ വാങ്ങിച്ച് എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്കും അതുപോലെ നമുക്കും വളരെയധികം സന്തോഷമാണ് അല്ലേ. അപ്പം നമ്മൾ മറ്റുള്ളവരെ എന്തെങ്കിലും നല്ലതൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രശംസിക്കാനായിട്ട് നമ്മളൊരു ശീലം കൊണ്ടുവരിക എന്നുള്ളത് നമുക്കും അവർക്കും ഒരുപോലെ തന്നെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം പറയുക എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വരുമാനം 100% നമ്മളുടേത് അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിനോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വർഷം മുതൽ ഒരു ചെറിയ ഫണ്ട്, നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു 5% എമൗണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചാരിറ്റിക്കാണ് എന്നുള്ളതിന് നമുക്കല്ല, അങ്ങനെ ഒരു അവസരം പലപ്പോഴും നമ്മളുടെ അടുത്ത് വരാറുണ്ട് അല്ലേ. പല കാര്യങ്ങളും നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ എനിക്ക് ഇത്രയാണ് വരുമാനം, അതിൻ്റെ 5% ഇത്രയാണ്
വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു എമൗണ്ടിനെ ഒരു ചാരിറ്റി ഫണ്ടിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചാരിറ്റി നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലും അതേപോലെ തന്നെ നമ്മളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയും എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ നമ്മളുടെ അടുത്ത് പല അവസരങ്ങൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മളുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ അതിന് ചെയ്യാറില്ല. അപ്പം നമ്മൾ ഈ വർഷം മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു ശതമാനം എമൗണ്ട് നമ്മളൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം അത് നമ്മളുടെ ജീവിതത്തിലും അതേപോലെ അത് കിട്ടുന്ന ആളുകളുടെ ജീവിതത്തിലും വളരെ നല്ല ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ഭാര്യമാർക്ക് അതല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് കുട്ടികൾക്ക് ഒക്കെ ഉള്ളൊരു പരാതിയാണ്, പലപ്പോഴും അവർക്ക് അച്ഛനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അമ്മയെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ ഉള്ള ഒരു ടൈം അല്ലെങ്കിൽ തിരിച്ചും ഒരു സമയം കിട്ടുന്നില്ല, ഫാമിലി ടൈം അല്ലെങ്കിൽ മീ ടൈം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ പരാതി കുട്ടികളൊക്കെ നമ്മളുടെ അടുത്ത് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു മാസത്തിൽ 1-2 ദിവസമെങ്കിലും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കാനും നമ്മളുടെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ കേൾക്കാനും അതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കാനും, അതുപോലെ പങ്കാളികൾക്ക്, ഭാര്യയ്ക്ക് അതല്ലെങ്കിൽ ഭർത്താവിന്, അവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഇഷ്ടങ്ങൾ പറയാനും അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാനും ഒക്കെ ഒരു ദിവസം, ഒരു മാസത്തിൽ 1-2 ദിവസമെങ്കിലും നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്ക് കുട്ടികളൊക്കെ കുറേ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് നമ്മളുടെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, നമുക്ക് അവരുടെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ അവർക്ക് ആ ഒരു സ്നേഹമോ ആ ഒരു അടുപ്പോ ഒക്കെ കിട്ടാത്തതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഒരു അടുപ്പം. ഇപ്പം ഞാനൊരു വീട്ടിലിടയ്ക്ക് പോയപ്പോൾ അവർ പറയേണ്ട, മകൻ 8 വർഷമായിട്ട് വിദേശത്ത് പോയി, ഇതുവരേക്കും അവൻ ഒരിക്കൽ പോലും പോയി കഴിഞ്ഞ ശേഷം തിരിച്ചു വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ആ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവരുടെ ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അമ്മയെ കാണാൻ അല്ലെങ്കിൽ അച്ഛനെ കാണാൻ ഓടിയെത്തുക തന്നെ ചെയ്യുമല്ലേ? അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ 1-2 ദിവസം കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ പങ്കാളികളുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ, അച്ഛൻ്റെ, അമ്മയുടെ ഒക്കെ കൂടെ ചെലവഴിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനും ഒക്കെ നമ്മളൊരു 2 ദിവസം മാറ്റി വയ്ക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ചിലപ്പോൾ നമ്മളൊക്കെ അത് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഈ വർഷം നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കണം അല്ലേ? സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ച് കാലം കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി, ഡ്രൈവിങ് പഠിക്കാൻ പോയി, വീഡിയോ എടുക്കാൻ ഞാൻ ഇപ്പോഴാണ് പഠിച്ച്, എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോഴാണ് പഠിച്ച്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഇപ്പോഴാണ് പഠിച്ച്. അപ്പോൾ നമുക്ക് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. അപ്പം നമ്മൾ സെൽഫ്, അതായത് നമ്മളുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അരമണിക്കൂർ സമയം പഠിക്കാൻ വേണ്ടിയിട്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ മാറ്റിവെക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വായന എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ എക്സസൈസ് കിട്ടുന്ന ഒരു കാര്യമാണ് വായന. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഓർമ്മശക്തി നഷ്ടപ്പെടാതിരിക്കാനും, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഓർമ്മശക്തിയാണ് പ്രധാനമായിട്ടും വായന. അതോടെ നമുക്ക് അറിവ് കിട്ടാനും ഒരുപാട് മാറ്റങ്ങൾ വായന നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം തൊട്ട് നമ്മൾ ഫുൾ ടൈം ഫോണിൽ സ്ക്രോൾ ചെയ്യാതെ അല്ലെങ്കിൽ ഫുൾ ടൈം TV-യിൽ നമ്മുടെ സമയം ചെലവഴിക്കാതെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയമെങ്കിലും പുസ്തകത്തിൻ്റെ കൂടെ അതല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ യാത്രകൾ. ഒരു വർഷത്തിൽ ഒരു 1-2 ദിവസം ഫാമിലിയോടൊത്ത് നമ്മൾ എവിടെയെങ്കിലും ചെറിയ യാത്രകൾക്ക് പോകുക. വലിയ യാത്രകളും പോകണ്ട എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ ചെറിയ യാത്രയെങ്കിലും ഒരു ദിവസമെങ്കിലും ഫാമിലിയോടൊപ്പം നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി താമസിക്കുക. അതല്ലെങ്കിൽ ചെറിയ ടൂറുകൾ, യാത്രകൾ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് റിഫ്രഷ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ
പിന്നെ ഏറ്റവും കൂടുതൽ വേറെ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു വൈകുന്നേരത്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിനോട് നന്ദി നമ്മൾ പറയുക എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ കുട്ടികൾ, നമുക്ക് പിന്നെ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, ദുരിതമില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരത്ത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് ശീലിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളൊന്നും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളോ നമുക്ക് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ 1-2 ദിവസം നടപ്പാക്കിയിട്ട് പിന്നെ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് 2026 ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ഓരോ വർഷം എന്ന് പറയുന്നത് ഓരോ ഏടുകളാണ് അല്ലേ? നമ്മൾ ഓരോ പേജ് മറിക്കുമ്പോൾ അതിലെ ഓരോ പേജുകളാണ് നമ്മളുടെ ഓരോ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പേജുകൾ മറിക്കും തോറും കൂടുതൽ കൂടുതൽ നമുക്ക് ഐശ്വര്യവും പിന്നെ അതേപോലെ എല്ലാ പ്രോസ്പിരിറ്റിയും ഒക്കെ ദൈവം നമുക്ക് നൽകട്ടെ. അപ്പോൾ ഒരു പുതിയ വർഷം എല്ലാവർക്കും വളരെ മനോഹരമായിരിക്കട്ടെ എന്നുള്ള ഒരാശംസകളോടെ നിർത്തുന്നു. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നമസ്കാരം.